ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിൽ ഞാൻ ലഞ്ചിൻ്റെ കുറച്ച് റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഇതാ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാണ് കേട്ടോ. ഇന്ന് ദോശയും അതുപോലെ തന്നെ കടലക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. മക്കൾ സ്കൂൾക്ക് കൊണ്ടുപോകുന്നതും അതുതന്നെയാണ്. അപ്പോൾ ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇതാ ദോശയും കടലക്കറിയും ഒക്കെ റെഡി ആയിക്കണേ. മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ ആ തിരക്കിൽ പറ്റൂല. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ. ദോശയും വറുത്തരച്ച കടലക്കറിയാണ് കേട്ടോ. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അതുപോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെയും കിച്ചണിൽ വന്നതാണ്. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുരിങ്ങൻ്റെ ഇല വെച്ചിട്ടുള്ളൊരു ചമ്മന്തി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ കുറച്ച് മുരിങ്ങൻ്റെ ഇലേൻ്റെ ആവശ്യമുള്ളൂ. നമ്മളെ കയ്യിൽ നല്ല വലിയൊരു പിടി മുരിങ്ങയെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് അധികം ചമ്മന്തിയൊക്കെ അരക്കണുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി മുരിങ്ങൻ്റെ ഇലയാണ് എടുക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു മുരിങ്ങയില ഒക്കെ ഒന്ന് ഊരിയെടുക്കട്ടെ. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണ്. അതിൽക്ക് ഇതാ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിക്കണ്. അതിൽക്കൊരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇതാ വറ്റൽമുളകൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് വന്നപ്പോൾ അത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിരിക്കണ്. ഇനിയിപ്പോൾ അതിൽക്കൊരു 10 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിക്കണ്. അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമ്മൾ ഊരി വെച്ചിട്ടുള്ള ആ ഒരു മുരിങ്ങൻ്റെ ഇല അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു മുരിങ്ങൻ്റെ ഇല മൊരിഞ്ഞു പോവരുത് കേട്ടോ. ജസ്റ്റ് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതാ അതും റെഡിയായി. ഇനിയിപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ആ ഒരു മുരിങ്ങയിലയും അതുപോലെ തന്നെ ആ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള പുളിയും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തുക്കണ്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ഒന്ന് അരച്ചുകൊണ്ട് കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുന്നാൽ മതി. ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ അടിപൊളി മുരിങ്ങയില ചമ്മന്തി റെഡി ആയിക്കണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. ഇനിയിപ്പോൾ അടുത്തത് അടിപൊളി ഒരു ഫിഷ് ഫ്രൈ കാണിച്ചു തരാം. അതിന് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 10 ചെറിയുള്ളി എടുത്തുക്കണ്. അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു മീഡിയം തക്കാളിൻ്റെ ഹാഫും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു 1/2 കപ്പ് വെള്ളം, കുറച്ച് കരിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനിയിപ്പോൾ ഇത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ഞാൻ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കണേ. ഞാൻ കുറച്ച് വെള്ളം കൂടി അതിൽ ഒഴിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഏതാണോ ഫിഷ് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മസാല തേച്ചെടുക്കാം.
ഇനിയിപ്പോൾ ഇത് സമയം ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം മസാല പിടിക്കും. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറേ വെക്കണുള്ളൂ, ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു ടൈമിൽ ഞാനിന്ന് ഉച്ചക്ക് കറിയായിട്ട് മീൻ കറിയാണ്. ഈ ഒരു മീനിൻ്റെ തന്നെ തലയാണ് കേട്ടോ കറി വെച്ചിരിക്കണത്. ഇനിയിപ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലോണം മൊരിയിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണ്ട. 2 സൈഡും നല്ലോണം ഒന്ന് വെന്ത് വന്നാൽ മതി കേട്ടോ. ഇപ്പോൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഓയിലിൽ തന്നെ നമ്മൾ ആ മീനിൽ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബാക്കി മസാല ആ ഒരു എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കണം. ആ ഒരു ടൈമിൽ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. നല്ലൊരു ടേസ്റ്റാണ് മസാലയ്ക്ക്, ചെറിയൊരു പുളി ഉണ്ടാകുമ്പോൾ. ഇനിയിപ്പോൾ അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ആ മസാലയും മീനും എല്ലാം അതും കൂടിയും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മീൻ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഫിഷ് ഫ്രൈ റെഡി ആയിട്ട് ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയിരിക്കണം. ഇനിയിപ്പോൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു മസാല ആ ഒരു മീനിൻ്റെ മുകൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈയും റെഡി ആയിക്കണം. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണം അതേ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതും ട്രൈ ചെയ്ത് നോക്കിട്ടോ. പിന്നെ ഇത് വൈകുന്നേരമാണ്, ചായ കുടിക്കുകയാണ്. ചായൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും ഒരു സ്മൈലി എങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ അധികം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.